രാത്രി ഇപ്പോൾ ഭംഗിയുണ്ട് കേട്ടോ, ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കത്തിയിട്ടേ ഒരു പിങ്കിഷ് ഹ്യൂ. Thank you. Hi, thank you. Ma'am, anything one call away? No worries. അത് കളിക്കണോക്കെ. എടാ അവിടെ എത്തിടാ സാഷുമ വാടാ. വിശപ്പുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? ഞാനും കുട്ടികളും സൂണലും ഒക്കെ ഓക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണു. നമ്മുടെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകണു. കുറേ സംഭവങ്ങൾ എൻ്റെ ഇടയിൽ നടക്കണുണ്ട്, ഗുഡ് ആൻഡ് ബാഡ്. ബട്ട് മെയിൻ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അച്ഛൻ്റെ കാര്യങ്ങൾ, റൈറ്റ്? കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറേ പേര് പറഞ്ഞിട്ടോ സമാധാനം, സം പോസിറ്റീവ് ന്യൂസ് എന്നുള്ളത്. നമുക്ക് എപ്പോഴും എനിത്തിങ് ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ, പോസിറ്റീവ് ന്യൂസ് കേൾക്കുമ്പോൾ ഒരു സമാധാനമല്ലേ? എന്തോ ഐ ഫെൽറ്റ് ലൈക്ക് 2024 കുറേ ഇങ്ങനത്തെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങളും കേട്ടു, കുറേ വിചാരിക്കാത്ത സംഭവങ്ങളും നടന്നു. അപ്പോൾ ഐ റിയലി ഹോപ്പ് ഹാഫ് ദിസ് ഇയർ ഇസ് ഗോൺ, ഇൻ ദ റെസ്റ്റ് ഓഫ് ദിസ് ഇയർ നല്ലതാവട്ടെ, എല്ലാവർക്കും നല്ല ഉഷാറുള്ളൊരു കൊല്ലാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ, ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കട്ടെ. സോ എല്ലാവർക്കും നല്ലത് നടന്നാലാണ് ഇറ്റ്സ് ലൈക്ക് എ സർക്കിൾ, മറ്റുള്ളവർക്കും നല്ലത് വരും. ആൻഡ് ദെൻ യു ഗെറ്റ് ടു ഹിയർ അബൌട്ട് ഗുഡ് തിങ്സ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ചെയിൻ. എല്ലാവർക്കും നല്ലത് വന്നാലേ കാര്യമുള്ളൂ, അല്ലാണ്ട് നമുക്ക് മാത്രം നല്ലത് വന്നിട്ട് മാത്രം കാര്യമില്ല. എല്ലാവർക്കും നല്ലത് വരണം, എന്നാലേ ദ വേൾഡ് വിൽ ബി എ മോർ പീസ്ഫുൾ പ്ലേസ്. സോ ഹോപ്പ് 2024, ദ റെസ്റ്റ് ഓഫ് 2024 ഇസ് എ ബെറ്റർ ഇയർ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു. അച്ഛൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അച്ഛൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞു. ഹീ സ്റ്റിൽ റിക്കവറിങ്, ഹോസ്പിറ്റലിൽ തന്നെയാണ്, റിക്കവറി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഹെൽത്തിൻ്റെ, ബിക്കോസ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ്, ഹെൽത്ത്, ഹിസ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, അതൊക്കെ കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വാട്ട്, ഭയങ്കര വിൽ പവർ ഉള്ള ആളാണ്. ഞാൻ ഇത്രയും വിൽ പവർ, ഇത്രയും ഹെൽത്ത് ഇല്ലാത്ത ഒരാളുള്ള ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സോ ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ടു ലേൺ ദാറ്റ് ഫ്രം ഹിം. സർജറിക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു, സർജറിയൊക്കെ കഴിയട്ടെ, എൻ്റെ കാലൊന്ന് ശരിയായിട്ട് വേണം, എനിക്ക് എൻ്റെ ലൈസൻസ് ഒന്നും കൂടെ പുതുക്കണം, എന്നിട്ട് എനിക്ക് വണ്ടി എടുക്കണം. ഇപ്പം അച്ഛൻ ഡ്രൈവ് ചെയ്യണമെന്നില്ല കുറച്ച് നാളായിട്ട്, ബിക്കോസ് കാലിന് ശക്തി കുറവാച്ചിട്ട് ഹീസ് നോട്ട് ഡ്രൈവിങ്. അപ്പോൾ വണ്ടി വെറുതെ മുറ്റത്ത് ഇങ്ങനെ കിടക്കണു, നമ്മൾക്ക് ഡ്രൈവർ ഉണ്ട്, അപ്പോൾ ഡ്രൈവർ വെച്ചിട്ട് പോകണമെന്നേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ, അച്ഛൻ അങ്ങനെയൊക്കെ വിചാരിക്കണ ഒരാളായതുകൊണ്ട് വി ആർ ജസ്റ്റ് ഹോപ്പിംഗ് ദാറ്റ് പോസിറ്റിവിറ്റി, ദാറ്റ് സ്ട്രെങ്ത് ഹി ഹാസ്. ഈസ് എ ഫൈറ്റർ, ഹീൽ ഫീൽ നടക്കണം എന്നുള്ള ഒരു സ്വന്തം വിൽ പവർ വേണമല്ലോ. അപ്പോൾ ഐ റിയലി ഹോപ്പ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഹിസ് റിക്കവറി ആസ് വെൽ. സോ അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടോടെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങാം. വെൽക്കം വൺസ് അഗൈൻ ടു സിഡ്നി മലയാളി. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തായാലും അറിയണ്ടാവും വാട്ട് ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട്. കൂടുതൽ എനിക്ക് സസ്പെൻസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു, ഓക്കെ ഈ കൊല്ലം സിംഗപ്പൂർക്ക് ഒരു ട്രിപ്പ് അടിക്കണം എന്നുള്ളത്. വേറെ ഒന്നല്ല, സാനു കുറേ കാലമായിട്ട് ഇങ്ങനെ പറയണതാണ് ദാറ്റ് ഷി വാണ്ട്സ് ടു ഗോ സീ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് സിംഗപ്പൂരിൽ. ഓസ്ട്രേലിയയിൽ വാർണർ ബ്രദേഴ്സിൻ്റെ ആണ് ഉള്ളത്. ബട്ട് അവളത് കണ്ടിട്ടില്ല. ഞാനും സൂണിലേക്ക് അവിടെ പോയിട്ടുള്ളൂ, സാനു കണ്ടിട്ടില്ല. അവളെയും കൂട്ടി പോകണം, ചെറുതൊന്നും വലുതാവട്ടെ ഇങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും കുട്ടികൾക്ക് ചില സർട്ടൻ തിങ്സിനോടൊരു ഫാസിനേഷൻ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ സാനുവിന് ഭയങ്കര ഫാസിനേഷൻ ഉള്ളതായിരുന്നു സിംഗപ്പൂർ പോകണം, യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണാമെന്ന്. ഓക്കെ, അപ്പോൾ ഇക്കൊല്ലം അപ്പോൾ ഓഗസ്റ്റ് അവരുടെ ബർത്ത്ഡേ ആവണു. സാനും സാഷും ഏകദേശം ഒരേ സമയത്താണ് അവരുടെ ബർത്ത്ഡേസ്. 13th and 14th of ഓഗസ്റ്റിനാണ് രണ്ടുപേരുടെയും ബർത്ത്ഡേസ്. അപ്പോൾ സ്റ്റാർട്ട് ഓഫ് ദിസ് ഇയർ ഞാനും സുനിലും വിചാരിച്ചു, ഓക്കെ ഒരു സർപ്രൈസ് ആയിട്ട് സാനുവിന്, സാഷു വാസ് ടു സ്മോൾ എനിവേസ്, സാനുവിന് ഒരു സർപ്രൈസ് ആയിട്ട് ആൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നമുക്കൊരു സിംഗപ്പൂർ ട്രിപ്പ് അടിക്കാമെന്ന്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഹോൾ ട്രിപ്പിൻ്റെ ഒരു സംഭവം വന്നത് കേട്ടോ. സോ ബിക്കോസ് വി ഹാഡ് പ്ലാൻ വെൽ അഹെഡ്, നമ്മളെല്ലാം പേ ചെയ്ത ഒരു ടിക്കറ്റ് അല്ല, എല്ലാം പേ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു അത്. അതായത് നമ്മൾ ടിക്കറ്റ്സും ഹോട്ടൽസ്, അവിടെ പോയിട്ട് കാണാനുള്ള സാധനങ്ങൾ, റൈഡ്സ്, എൻട്രി ടിക്കറ്റ്സ്, അട്രാക്ഷൻസിനുള്ള ടിക്കറ്റ്സ് എല്ലാം സുനിൽ ഓൾറെഡി പേ ചെയ്ത് റെഡിയാക്കി വെച്ച ഒരു ട്രിപ്പായിരുന്നു അത്.
സാനുവിനോട് നമ്മൾ പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. സോ ഷി വാസ് ലൈക്ക് സോ ത്രിൽഡ്. ആൻഡ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെയുള്ള കുട്ടീനോടും പറഞ്ഞ് അവരുടെ പേരൻസും ഇതേ സമയത്ത് അതേ ഹോട്ടലിലേക്കും ഇങ്ങനത്തെ സിംഗപ്പൂരിലെ അട്രാക്ഷൻസും കാണാനുള്ള ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു. ആൻഡ് സോ ബോത്ത് കിഡ്സ് വർ ലൈക്ക് വെരി ത്രിൽഡ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ഇപ്പോൾ നാട്ടിൽ നമ്മൾ പോയിട്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയണ്ടാവും. അപ്പോൾ ഓൾ ഓഫ് ദാറ്റ് ഹാപ്പൻ. സോ വി വർ ലൈക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ, വേണോ വേണ്ടേ, എന്താണ്, വി ആർ നോട്ട് ലൈക്ക് ഇൻ ദ റൈറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ദെൻ അച്ഛനും അമ്മ തന്നെ പറഞ്ഞു, കിഡ്സ് ഹാവ് ഗോൺ ത്രൂ സോ മച്ച്. ഇതൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു മന്ത് ആയിരുന്നു അവർക്ക്. നിങ്ങളിത് ഫുൾ എന്താ പറയുക ബുക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് ഒക്കെ ചെയ്ത് വെച്ചൊരു ട്രിപ്പല്ലേ, അത് ക്യാൻസൽ ചെയ്യരുത്. ഡെഫിനറ്റ്ലി ടേക്ക് ദം. അവരൊന്ന് സന്തോഷിച്ചോട്ടെ ഭാവങ്ങൾ എന്ന് വിചാരിച്ച് അച്ഛനമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഐ തിങ്ക് മൈ പേരൻസ് ആ വെരി പ്രാക്ടിക്കൽ ആ കാര്യത്തിൽ. അതെനിക്കൊരു ഐ ഫീൽ പ്രൗഡ് ദാറ്റ് മൈ പേരൻസ് ആ വെരി പ്രാക്ടിക്കൽ. ഇപ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ അയ്യോ പോവല്ലേ എന്നിട്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം, ഐ ഡോണ്ട് നോ. പക്ഷെ മൈ പേരൻസ് ആ വെരി പ്രാക്ടിക്കൽ ആ ഒരു കാര്യത്തിൽ. ദേ വർ ലൈക്ക് ഗോ ഫോർ ഇറ്റ്. ഒരു ചേഞ്ച് ആവും നിങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം കിട്ടും കുറച്ച് ഒരു ചേഞ്ച് വന്നാൽ. ആൻഡ് കിഡ്സ് ഓഫ് കോഴ്സ് എസ്പെഷ്യലി സാനു, അവളൊക്കെ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. ബിക്കോസ് അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ഗ്രാൻഡ് പേരൻസിനെ. അപ്പം അച്ഛനെയും അമ്മേനെയും ഒന്നും അവൾക്ക് കാണാൻ പറ്റിയില്ല വെൻ ദേ വർ ഇൻ ഇന്ത്യ. കാരണം ഇവർ ഫുൾ ടൈം ഹോസ്പിറ്റലിലാണ്. ആൻഡ് അവിടുത്തെ ഇൻഫെക്ഷൻസും വല്ലാത്ത ലൈക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കുറേ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരെ ഒട്ടും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, അവരെ കാണിക്കാൻ പോലും പറ്റിയില്ല. സോ അവർക്ക് നല്ല വിഷമമാണ്. സാനുവിന് ഭയങ്കര വിഷമമായിരുന്നു. വീട്ടിലിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കണു, ആംബുലൻസ് വരണു, ഹോസ്പിറ്റലിൽ എൻ്റെ കരച്ചിൽ ബഹളം. അവൾക്ക് അറിയാം ഞാൻ ഡൗൺ ആയ. സോ ഷീ വാസ് വെരി ഒരു സാഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരുന്നു. സോ ഞാനും സുനും വിചാരിച്ചു ഓക്കെ ഫൈൻ, നമുക്കെന്നാൽ അതൊക്കെ ചെയ്തേക്കാം, ലെറ്റ്സ് ജസ്റ്റ് ടേക്ക് ദ കിഡ്സ്. ഇത്രയും കാലമായിട്ട് അവൾ കാത്തിരുന്ന ഒരു ട്രിപ്പായിരുന്നില്ലേ, ഇനിയിപ്പോൾ അത് എല്ലാം നോൺ റിഫണ്ടബിൾ ആണ്. സോ മൈറ്റ് ആസ് വെൽ ജസ്റ്റ് ടേക്ക് ദം എന്ന് വിചാരിച്ചു. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതൊരു വേറെ കാര്യമാണ്. എൻ്റെ മനസ്സോടെ നാട്ടിലാണ്, ഹോസ്പിറ്റലിലല്ലേ അച്ഛൻ. അപ്പോൾ പിന്നെ ഇറ്റ്സ് നോട്ട് ഈസി ടു ടേക്ക് യുവർ മൈൻഡ് ഓഫ് ദാറ്റ്. ഞാൻ എസ്പെഷ്യലി ഐ ഫീൽ ലൈക്ക് ഐ എം വെരി അറ്റാച്ച്ഡ് പേരൻസ് ആയിട്ട്. ഞാൻ ഭയങ്കര ഒറ്റ കുട്ടിയല്ലേ, സോ ഐ എം വെരി അറ്റാച്ച്ഡ് ടു ദം. അപ്പോൾ എനിക്ക് ഒട്ടും ഈസി ആയിരുന്നില്ല. ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ഐ ജസ്റ്റ് ഹാഡ് ടു പുട്ട് അപ്പ് എ ബ്രേവ് ഫേസ് ആൻഡ് സ്മൈൽ ആൻഡ് മേക്ക് ഷുവർ ഷീ ഈസ് ഹാപ്പി. അങ്ങനെയാണ് അവളുടെയും സാഷുവിൻ്റെയും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ നമ്മൾ പ്ലാൻ ചെയ്ത ഈ ഒരു സിംഗപ്പൂർ ട്രിപ്പ് ഹാപ്പൻ ചെയ്തത് കേട്ടോ. സോ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മൾ പോയി ലൈക്ക് ഫ്ലൈറ്റ് ജേർണി വാസ് വെരി അൺഇവൻറ്റ്ഫുൾ. സാഷു ഫുൾ വാശി ബഹളം. സോ അതൊന്നും എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സിംഗപ്പൂർ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു ട്രിപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് കാണിച്ചു തരാൻ വിചാരിച്ചു. അവിടെ 3 days ആയുള്ളൂ കേട്ടോ സിംഗപ്പൂർ. ഇറ്റ്സ് എ ഷോർട്ട് ട്രിപ്പ്. 3 days കൊണ്ട് കാണാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്നത് മാത്രം ഫിസിക്കലി നമ്മളെ കൊണ്ടൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രം കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് സിംഗപ്പൂർ ട്രിപ്പ്. സോ ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ് വാച്ചിങ് ദിസ് വീഡിയോ. നമ്മുടെ Day 1 വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. സിംഗപ്പൂർ എത്തിയ ഉടനെ കുറച്ച് സിംഗപ്പൂർ ഡോളേഴ്സ് അങ്ങോട്ട് എടുത്തു. നമ്മൾ പണ്ട് മോഹൻലാൽ പറഞ്ഞ മാതിരി മണി ഓർഡർ ആയിട്ട് സിംഗപ്പൂർ ഡോളേഴ്സ് കുറച്ച് എടുത്തു. നമ്മൾ ഓസ്ട്രേലിയൻ ഡോളർ കൺവേർട്ട് ചെയ്തു. ഏകദേശം ഒരേപോലത്തെ റേറ്റൊക്കെ തന്നെയാണ്. ഇൻഫാക്ട് കുറച്ച് അധികമായിരുന്നു നമുക്ക്. എയർപോർട്ട് ഓഫ് കോഴ്സ് അറിയാമല്ലോ എല്ലാവർക്കും. ചാങ്ങി എയർപോർട്ട് ഇസ് വെരി ഫേമസ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് എയർപോർട്ട്സ് ഇൻ ദ വേൾഡ്. നല്ല അടിപൊളി കിടിലൻ സെറ്റപ്പാണ്. ഇതിനകത്ത് തന്നെ കുറേ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും കൊല്ലം ട്രാൻസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ ഇറങ്ങിയിട്ടില്ല. കുഞ്ഞിപ്പണ്ട് ഇപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. ഫ്ലൈറ്റ് മുഴുവനും വാശി പിടിച്ചതിന് ശേഷം ഇതിനകത്ത് അങ്ങനത്തെ നല്ല പ്രിട്ടി ഓർക്കിഡ്സിൻ്റെ തന്നെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാനു അത് കണ്ടപ്പോൾ ഓടിപ്പോയതാട്ടോ അതൊക്കെ കാണാൻ വേണ്ടി. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എൻ്റെ ഓരോ മുക്കും മൂലയും എന്തൊരു ഭംഗിയിലാണ് ഈ എയർപോർട്ട് ചെയ്തിരിക്കണതിൽ. ഇവിടുന്ന് തന്നെ നമ്മൾ കുറേ ഫോട്ടോഗ്രാഫ്സൊക്കെ എടുത്തു കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് സോ സ്റ്റണ്ണിങ്. ആരെയല്ലടാ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഇമിഗ്രേഷനൊക്കെ അങ്ങോട്ട് ചടപടേന്ന് വേഗം തീർന്നു കേട്ടോ. ഇതാണ് അവിടെ അറൈവലിൻ്റെയൊക്കെ ഒരു എൻട്രൻസ് പോലത്തെ ഒരു സ്ഥലം. നമ്മൾ മാത്രമേ ഈ ഫ്ലൈറ്റിൽ ഇറങ്ങിയുള്ളൂ തോന്നുന്നു. ബിക്കോസ് നമ്മുടെ പെട്ടികൾ മാത്രം ആ കൺവെയർ ബെൽറ്റിൻ്റെ സൈഡിൽ വെച്ചിരുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് കാത്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായില്ല. ക്വിക്ക്ലി 2 ട്രോളീസ് എടുത്തു. 2 ട്രോളിയിലായിട്ട് ലഗേജസ് അങ്ങോട്ട് കയറ്റിയിട്ട് ആ സാധനം കൊണ്ട് പിടിക്കാൻ കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്ട്രോളർ നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ചിലപ്പോൾ ആവശ്യം വരും വിചാരിച്ചിട്ട്. അതിലിരിക്കാൻ വലിയ മടിയാണ്. ഇതപ്പോൾ N2. ഇനിയിപ്പോൾ അതിൻ്റെ നാപ്പിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുറത്തിറങ്ങി നമുക്കിനി
ഹോട്ടലിലേക്കൊക്കെ പോകണമല്ലോ. അതിന് മുമ്പ് എണീറ്റ സ്ഥിതിക്ക് നാപ്പിയൊക്കെ ഒന്ന് മാറ്റാൻ വിചാരിച്ചു. അറൈവൽ കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിലാട്ടോ ഈ എയർപോർട്ടിൽ നമ്മൾ വരിക. ഇവിടെ കുറേ പേർക്ക് ഇങ്ങനെ ഇരുന്ന് വെയിറ്റിങ്ങും അല്ലെങ്കിൽ ആൾക്കാരെ റിസീവ് ചെയ്യാനും ഒക്കെ ഉള്ള സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് സിമ്മ് വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ടാക്സി ബുക്ക് ചെയ്യണമെങ്കിലോ ഒക്കെ ഉള്ള എല്ലാ സർവീസസും അവിടെ തന്നെ ഉണ്ട്. ഞാനും സുള്ളും റോമിങ്ങിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയയിൽ യൂസ് ചെയ്യുന്ന സിം തന്നെ നമുക്ക് റോമിങ്ങിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് സിമ്മൊന്നും വേണ്ടി വന്നില്ല. ബട്ട് വി ഹാഡ് ടു ലൈക്ക് ബുക്ക് ടാക്സിയൊക്കെ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓർക്കിഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഹോട്ടൽ എടുത്തിരിക്കണേ, ഹോളിഡേ ഇൻ. ഈ കുഞ്ഞിപ്പെണ്ണിനെ വെച്ചിട്ട് യാത്ര ഇസ് നോട്ട് ഈസി. നമുക്ക് കുറേ പേര് നമ്മളോട് ഇങ്ങനെ വാർണിംഗ് തന്നിരുന്നു. ദെൻ വി ഓൾസോ ന്യൂ. പക്ഷെ അതിൻ്റെ ഈ ചീക്കി സ്വഭാവവും വെച്ചിട്ട് അത്ര എളുപ്പമായിരുന്നില്ല. അപ്പോൾ സാനുവിനെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ണൂരിട്ടുണ്ട്. സോ ദ ഫ്ലൈറ്റ് ഇറ്റ് സെൽഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവളെയും വെച്ചിട്ട്. അവൾ ഉറങ്ങിയില്ല, ഫുൾ ചാടിയും ബഹളൊക്കെ ആയിരുന്നു. സുള്ളിതപ്പോഴും ഫൈനലി നമ്മുടെ ടാക്സിയൊക്കെ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഗേജിൻ്റെ ക്വാണ്ടിറ്റി, നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ നമ്പർ ഒക്കെ അനുസരിച്ചിട്ടാണ് അവരത് ചെയ്യുക. അങ്ങനെ വലത് കാല് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സിംഗപ്പൂരിലേക്ക് കാല് വയ്ക്കാം. ഇതാണ് നമ്മുടെ സ്വന്തം സിംഗപ്പൂർ. ഫൈനലി അവിടെ വണ്ടി എത്തിയിട്ട് നല്ല ഹ്യൂമിഡാണ്, നല്ല ചൂടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ആക്ച്വലി സംസാരിക്കാൻ പറ്റുക. പിന്നെ ചെറുതിനെ വെച്ച് പിടിച്ചിട്ട് എളുപ്പമായിരുന്നില്ല. അപ്പോൾ ഞാൻ പറ്റുന്നത്ര ക്ലിപ്സൊക്കെ അങ്ങനെ എടുക്കായിരുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ടൊയോട്ട ഒരു അടിപൊളി ചെത്ത സ്റ്റൈല് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ നമ്മുടെ സാധനങ്ങളൊക്കെ എനിക്ക് കയറ്റി തരാൻ പോവാണ്. In Singapore? Yes. Welcome, guys. Thank you. Very good morning. Thank you. Thank you. How is it here? Very hot. It's so hot. Oh my I'm God. sweating, you see. It's very You're humid. sweating. It's gonna be very hard for us because we originally belong to Australia Oh, okay, okay. and we Now need winter? Now winter, is it? Australia is winter, yes. Oh, how many degrees here? എന്തൊരു ഫ്രണ്ട്ലി ആൻഡ് വെൽക്കമിങ് അറിയാം അവിടുത്തെ ലോക്കൽസ്. നമുക്കൊരു രാജ്യത്തിൽ ഫസ്റ്റ് എത്തിയ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമല്ലേ നമുക്ക് ഒരു വെൽക്കമിങ് ആയിട്ട് തോന്നിയാൽ സന്തോഷമാവുക. അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ബട്ട് സിംഗപ്പൂരിലെ ലോക്കൽസ് ആർ ലൈക്ക് അമേസിങ് പീപ്പിൾ. എത്ര ടിപ്സ് ആരോ ഈ ഒരു ഡ്രൈവർ നമുക്ക് തന്നെ. ഡെഫി എന്നാണ് കേട്ടോ പേര്. അവിടെ കാർ സീറ്റും കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സാനുവിനും സാഷുവിനും ഭയങ്കര സന്തോഷമായി. കാരണം അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. കിഡിലും വണ്ടി കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ഒപ്പീനിയൻ വാസ് ലൈക്ക് അമേസിങ്, നീറ്റ്, ക്ലീൻ ആയിട്ടുള്ളൊരു കൺട്രി, വെരി വെൽ ഓർഗനൈസ്ഡ്, നല്ല ടോൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലോട്ട്സ് ഓഫ് ഗ്രീൻ ട്രീസ്. ചൂടുണ്ട്, നമുക്കത് ഫീൽ ചെയ്യും. അതിനെക്കുറിച്ചിട്ടൊക്കെ കുറേ നമ്മുടെ ഈ ടാക്സി ഡ്രൈവർ പറഞ്ഞു തന്നു കേട്ടോ. ഫൈനലി ഒരു 20 minutes ഡ്രൈവ് ഉള്ളൂ. ഇതാണ് ഓർക്കിഡ് സിറ്റിയിലുള്ള ഹോളിഡേ ഇൻ. നല്ല സെൻട്രലായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും എത്താൻ നല്ല ഈസി ആക്സസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിംഗപ്പൂരൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ സ്ഥലത്ത് നോക്കും. ഇതിനകത്ത് തന്നെ ഒരു സലോൺ ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോകാനാണ് തോന്നുന്നത്. ദിസ് ഇസ് ഹോളിഡേ ഇൻ ഗൈസ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. ഹോളിഡേ ഇൻ സിംഗപ്പൂർ, ഓർക്കിഡ് സിറ്റി സെൻറ്റർ. ഇയാൾ പറഞ്ഞത് ഇത് ഹാർട്ട് ഓഫ് സിംഗപ്പൂർ ആണെന്നാണ്. ചുടെടുക്കണ്ടോ അമ്മണി? വെള്ളം കുടിച്ചോട്ടോ, അതിൽ പറഞ്ഞിട്ടില്ലേ വെള്ളം കുടിക്കാൻ പറഞ്ഞു. വെള്ളം ഇപ്പോൾ ഇറ്റ്സ് വെരി ഹോട്ട്. ഭയങ്കരമായിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യും, ഡീഹൈഡ്രേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു ഡെഫി. Hey. Thank you. Hi, thank you. Ma'am, anything one call away? No worries. Thank you. Bye. She's a vlogger. Oh, that's nice. ഹോട്ടൽ സ്റ്റാഫും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. നമ്മളുടെ എല്ലാ റിക്വസ്റ്റും അവരൊക്കെ ചെയ്തു തന്നിരുന്നു. വെരി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാസ് എ നൈസ് പ്ലേസ്. വലിയ ഹ്യൂജ് ആയിരുന്നില്ല റൂമൊന്നും, ബട്ട് വാസ് എ ഗുഡ് പ്ലേസ്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഇവിടുത്തെ സ്റ്റേ ഒക്കെ. ആൻഡ് ഫുഡും നന്നായിരുന്നു. ആൻഡ് എല്ലായിടത്തേക്കും എത്താനുള്ള കൺവീനിയൻസ് അതായിരുന്നു കേട്ടോ നമുക്ക് ഏറ്റവും അത്യാവശ്യം, സ്പെഷ്യലി ഗോയിങ് ഓൺ എ ഷോർട്ട് ട്രിപ്പ് ആ കുഞ്ഞിപ്പണിനെയും വെച്ചിട്ട്. അതെവിടെ എത്തിയിട്ടും അതിൻ്റെ കൂതറ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുക. എടാ സാഷു ഇങ്ങടാ, ഇങ്ങടാ, ഞാൻ എന്താ ചെയ്യുന്നത്? സ്ഥലത്താണോ ഇരിക്കുക? ഇവിടെ വരൂ. ഹോട്ടൽ ലോബിയിൽ കയറി കിടക്കണം സാഷുമണി. സാനുമണി ടയർഡായോ? ഞാൻ വിശക്കണ്ടോ? ഇവിടെ ഇപ്പോൾ സിംഗപ്പൂർ ടൈം 10:30 കഴിഞ്ഞു. സോ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എടാ നീ നിൻ്റെ കച്ചറ സ്വഭാവം ഇവിടെ എടുക്കല്ലേ സാഷു. നിലത്തായിരിക്കണല്ലോ, എത്ര പിടിച്ച് വെച്ചിട്ടും അത് ഓടിപ്പോയി നിലത്തായിരിക്കുക. എൻ്റെ ഫോൺ കൊടുത്തിട്ടുണ്ട്. സുള്ള അവിടെ എപ്പോഴും ചെക്കിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത്. കുറേ ടൂറിസ്റ്റ് ഉണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ, നമ്മൾ നമ്മുടെ ബാഗേജൊക്കെ അവിടെ വെച്ച് കുറച്ച് ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. കുട്ടികൾക്കൊക്കെ വിശന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാം, കുറച്ച്
ഫുഡും എക്സ്പ്ലോർ ചെയ്യാം. ചെറിയതാണ് വെരി നൈസ്. ഇതൊക്കെ നല്ല പ്രോപ്പർ ഏഷ്യൻ സ്റ്റൈലിലാണ് കേട്ടോ സ്ട്രീറ്റ്സ് ഒക്കെ. ബാക്കിൽ അവിടെ തന്നെയാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്കായിട്ടോ നടക്കണേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയൊക്കെയോ ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അവർ. അപ്പോൾ അതിന് വെച്ച് ഇറങ്ങിയതാണ്. ഇവിടെ അകത്ത് കുറേ തമിഴും ഒക്കെ കേൾക്കാണ്ട് കേട്ടോ. കുറേ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന കുറേ പേരില്ല. ഇതെന്തോ ഫുഡ് കോർട്ടാന്ന് തോന്നുന്നു ഇതിനകത്ത് ഫുൾ. എന്താ സംഭവം അറിയില്ല. സിംഗപ്പൂരിലെ സ്ട്രീറ്റ് സൈഡും ഇങ്ങനത്തെ കുട്ടി ഷോപ്പിംഗ് സെൻറ്റേഴ്സിലേക്കുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ റിയലി ക്യൂട്ട്. ഇവിടെ നമുക്ക് ഓൾ യു കെൻ ഈറ്റ് ഡ്യൂറിയൻ ബുഫേ. മറ്റേ മണക്കണ ചക്ക പോലത്തെ സംഭവം അല്ലേ. ആക്ച്വലി ഒരു മനുഷ്യൻ അതിനകത്ത് ഇരിക്കുന്നുണ്ട് ചക്ക വെച്ചിട്ട് കേട്ടോ. ഈ ഡ്യൂറിയനും വെച്ചിട്ട് നമ്മൾ ബെസ്റ്റ് ആളും കൊണ്ടാണ് വന്നേക്കണേ. സാനൂന് ഏഷ്യൻ ഫുഡ് ഇഷ്ടമല്ല. അപ്പോൾ ആൾക്കാരുടെ മണമൊന്നും പിടിക്കില്ലേ. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നടക്കണേ. അപ്പോഴത്തേക്ക് ഒരാൾ സാധനം കണ്ടണോ? 19 seconds. അല്ല അവരത് അങ്ങനെ അവിടെ ഉണ്ടാക്കുക. കണ്ടാ ഇത് ചെറുക്കിയ നമ്മള് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങി കേട്ടോ. ഭയങ്കര ഹ്യൂമിഡാണ്. അപ്പോൾ നമുക്ക് ടയേർഡ് ആവുന്നുണ്ട്. അപ്പം ഒന്ന് തോളും വാശിയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഇനി ഇറങ്ങാൻ വിചാരിച്ചു. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി വിശക്കും. ബിക്കോസ് നമ്മൾ ഒന്നുമില്ലാത്ത നേരത്താണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബട്ട് യാ സോ വി ജസ്റ്റ് ഗോയിങ് ടു വെയിറ്റ് ഗോ ബാക്ക് ടു ദ ഹോട്ടൽ. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. കുട്ടോളം വെച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. എസ്പെഷ്യലി നല്ല ചൂടുണ്ട്. ആൻഡ് നമ്മളിങ്ങനെ കൂടുതൽ നടക്കുകയൊക്കെയല്ലേ ചെയ്യണം എക്സ്പ്ലോർ ചെയ്യാനൊക്കെ. സോ ജസ്റ്റ് ഒന്ന് ഗോ ബാക്ക് ടു ദ ഹോട്ടൽ ആൻഡ് യാ ഫ്രഷ്. നല്ല ക്യൂട്ട് ലിറ്റിൽ സ്ട്രീറ്റ്സ് ആൻഡ് നാരോ വേസ് ഒക്കെ അത് കേട്ടോ. സോ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് രസമാണ്. നമ്മുടെ പണ്ടത്തെ നാലുകെട്ടിൻ്റെ ഒക്കെ വിൻഡോസൊക്കെ അല്ലേ, അതുമാതിരി തോന്നുന്നു ഇത് കാണുമ്പോൾ. അതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അവർ ഐ തിങ്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്പേസസ് ഒക്കെ അങ്ങനെ പ്രിസർവ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. സോ വെരി ക്യൂർ ലിറ്റിൽ ഷോപ്സ് ആൻഡ് ഇന്ന് താമസിക്കേണ്ട ആൾക്കാരൊക്കെ അറിയില്ല കേട്ടോ. എമറൽഡ് ഹിൽ റോഡ് എന്നാട്ടോ ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര്. ഇവിടെ വണ്ടി വരും എനിക്കറിയില്ല. ഞാൻ നടുറോട്ട് കൂടെ വീഡിയോ എടുത്തിട്ട് നടക്കുകയാണ്. നമ്മുടെ ഹോട്ടൽ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ വേറെ റൂട്ട് കൂടെ ഇങ്ങനെ നടക്കുക. കുഞ്ഞിപ്പണി ഇവിടെ എൻ്റെ കൂടെ കയ്യും പിടിച്ച് നടക്കണ്ട. അതിന് ആ പ്രാമലൊന്നും ഇരിക്കണ്ട. എൻ്റെ മോളെ തൊപ്പിട്ടേ വക്കിങ് പറഞ്ഞ നടക്കുന്നുണ്ട്. Elsa on a hat. Good job. ഓടണ്ട മണി. ഓക്കെ നമ്മൾ ഹോട്ടലെത്തി. താങ്ക് യു. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് ഇതിൻ്റെ ലിഫ്റ്റും സെറ്റപ്പൊക്കെ. ഓക്കെ, 3rd ഫ്ലോറിലാണ് നമ്മുടെ റൂം കിട്ടിയിരിക്കുന്നത്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളും ഉണ്ട്, ഇവിടെ നിങ്ങളും ഉണ്ട്. സുനിലിനെ അറിയും. ഇവിടേക്കപ്പോൾ ഓക്കെ 315 ആണ് നമ്മുടെ റൂം. അപ്പോൾ ലെഫ്റ്റ് എടുക്കുക. വേണ്ട. ഓക്കെ, ഓക്കെ സാധനം പണി ചെയ്തോ. ഗുഡ് ജോബ്. ഓക്കെ ഗൈസ്, നമ്മുടെ കുട്ടി 2 ദിവസത്തെ അതായത് ചെറുതോടെ കളിക്കുകയാണ് കേട്ടോ. 2 ദിവസത്തെ ജീവിതം ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ റൂം. ഞാനൊരു കുട്ടി റൂം ടൂർ കാണിച്ചു തരാം. ഇവിടുന്ന് കയറി വന്ന് നേരെ ഇവിടെ പോയിട്ടാട്ടോ നമ്മുടെ ബെഡ്സ്. നമുക്ക് 2 ഡബിൾ ബെഡ്സ് ആണുള്ളത്. അപ്പം ഞാനും സാശു ഇവിടെയും സാനും അച്ഛ അവിടെയും കിടന്നോളൂ. നമ്മുടെ ലഗേജൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ പോലെ ഉണ്ട്, മിററുണ്ട്, ഇവിടെ വെറുതെ ഇരിക്കാനൊരു സോഫയുണ്ട്. കുട്ടിക്ക് ബെഡ് എക്സ്ട്രാ തരാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഓപ്പൺ ദ കർട്ടൻ. ഓക്കെ, വലിയ അപാര വ്യൂ ഒന്നുമല്ല, ജസ്റ്റ് സ്ട്രീറ്റ് സൈഡാണ്. ബട്ട് ഇത് എന്ത് ചെടിയോ, അത് ഇത്ര വലിയ ചെടിയോ എൻ്റെ അമ്മി. ഇത് നോക്കൂ, നമ്മുടെ 3rd ഫ്ലോറിലാണ് കേട്ടോ. അത്രയും വലിയൊരു വാഴ പോലെ. സാനുമണി ഇത് നോക്കടാ, നീ വാഴ പോലത്തെ സംഭവം. കുഞ്ഞിപ്പെണ്ണെ എവിടെയാ? ഇത് എന്ത് വാഴയാണ് എന്ന് ആർക്കെങ്കിലും അറിയണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്ത് അറിയിച്ചേരണേ. വെരി ക്യൂരിയസ് ടു നോ ഇതെന്താണോ സംഭവം.
ഓക്കെ, അപ്പോൾ സ്ട്രീറ്റ് സൈഡ് തന്നെയാണ് നമ്മുടെ വ്യൂ ഒക്കെ. ആൻഡ് ദെൻ ഇങ്ങനെ വന്ന് ഇവിടെ നമുക്ക് ടി വി ഉണ്ട്. ഇവിടെ ഐ തിങ്ക് വല്ല ഫ്രിഡ്ജും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എൻ്റെ അടിയിലൊക്കെ. ആൻഡ് ദെൻ ഇവിടെ കുറേ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ നമ്മുടെ സൂട്ട് കേസസ് ഇതിനകത്ത് തന്നെ കയറ്റാം. ബൈ സാഷ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും അല്ലെങ്കിൽ സ്റ്റോറേജിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. പോയി ഷൂസ് ഇടാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. നമ്മുടെ റൂമിൻ്റെ കീയും വാട്ടറും ഒക്കെയാണ് അവിടെ. ആൻഡ് ദെൻ നമുക്കിവിടെ പോയിട്ടാണ്, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഫുൾ ബാത്തും സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. ടവൽസും പിന്നെ നമുക്ക് വേണ്ട സോപ്പ്, ഷീപ്പ്, കണ്ണാടി, കണ്ടീഷണർ, ബോഡി വാഷ്, ഷാമ്പു സാധനങ്ങളൊക്കെ ഉണ്ട്. there's a toilet and then there is a mirror here. ഡ്രസ്സ് ചെയ്യാനുള്ള സംഭവങ്ങൾ, വാഷ് ബേസിൻ, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുണ്ട് ഹാൻഡ് ആൻഡ് ബോഡി വാഷ്, ബോഡി ലോഷൻ, വാനിറ്റി കിറ്റ്, സാനിറ്ററി ബാഗ്, ഷവർ ക്യാപ്പ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇറ്റ്സ് എ നൈസ് ഹോട്ടൽ. സോ വി ജസ്റ്റ് ഗോയിങ് ടു റെസ്റ്റ്. ഓക്കെ, ഒരുറക്കൊക്കെ കഴിഞ്ഞ് ഉഷാറായി ഫ്രഷായി കുളിച്ച് നമ്മൾ ഇറങ്ങാം കേട്ടോ. നമ്മൾക്ക് ആക്ച്വലി നന്നായിട്ട് ഇന്ന് തണുപ്പ് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡെസേർട്ട് ബാർ നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്, വിച്ച് ഇസ് ലൈക്ക് ക്വൈറ്റ് നിയർ ബൈ. അങ്ങോട്ടേക്ക് നടക്കാം. ഇന്ന് വേറെയും കുറേ പരിപാടി ഉണ്ട്. സാനും സാഷും കണ്ടോ മാച്ചിന്. കം ലെറ്റ്സ് ഗോ. ഇങ്ങനെ കുറേ കടകളും സാധനങ്ങളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നടന്നിട്ട് ആ ഒരു ഡെസേർട്ട് ബാർ ഏതുകൊണ്ട് എന്ന് കണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ ഗൂഗിൾ മാപ്സും വെച്ചിട്ട് നടക്കുകയാണ്. ചെറുത് പ്രാമിലിരിക്കാൻ വലിയ ഇഷ്ടമൊന്നുമല്ല, വാശി ഒടിയുന്നുണ്ട്. അപ്പോൾ അവിടെ വേഗം നടന്നെത്തട്ടെ. ഓർച്ചിഡ് സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ ഷോപ്പിംഗ് സെൻറ്റർ ആട്ടോ. ഇതിൻ്റെ അകത്താണ് ഈ ഒരു സംഭവം. എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കിനി അറിയില്ല, പോയി നോക്കാം. കുഞ്ഞിപ്പഴനിയും വെച്ചിട്ട് ഫസ്റ്റ് തന്നെ നമ്മളിതാ ഈ ഒരു ഷോപ്പിംഗ് സെൻറ്ററിലാണ് കേട്ടോ പോകുന്നത്. ഒരു നടുക്ക് തന്നെയുള്ള ഒരു ഓർച്ചിഡ് സിറ്റി സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്. മെയിൻലി നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ തണുപ്പുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ബിക്കോസ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ ഹീറ്റ് ഫീൽ ചെയ്യും. സോ കുട്ടികളൊന്ന് തണുത്തിട്ട് വേണം പുറത്തിറങ്ങാൻ. തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലം, സന്തോഷമായി നമുക്ക്. ഓസ്കുക്ക് കേട്ടോ എൻ്റെ പേര്. ഇവിടെ കുറേ വാഫിൾസും ഐസ്ക്രീംസും എല്ലാം ഉണ്ട്. ഹാപ്പി സോൾട്ടഡ് കാരമൽ ഫേവറേറ്റ്. ഇഷ്ടംമാതിരി ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ വേറെയും എന്തൊക്കെയോ ഡെസേർട്ട്സ്, കോഫി എല്ലാം ഉണ്ട് കേട്ടോ. വാഫിൾ ഉണ്ട്, ബ്രൗണീസ്, ലാവ കേക്ക്, പിന്നെ കോണും. ഫുള്ള് വാഫിൾ വിത്ത് ഐസ്ക്രീമാണ് ഇഷ്ടം. പോയി സാശ്മണി അവരോട് സാനോരോട് ചോദിച്ചേ ട്രൈ ചെയ്യാൻ പറ്റുമോ ഒരു ഫ്ലേവർ ഡിസൈഡ് ചെയ്യാനോ. ആ സംഭവം ഇല്ല, ഓസ്ട്രേലിയയിലെ ഷേപ്പ് ചെയ്തതാണ്. ആ സാഷമാൻ ഐസ്ക്രീം വേണമല്ലേ? വിച്ച് വൺ സാഷമ? ഡൂറിയൻ്റെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. സുനിൽ അവിടെ ബാക്കി അവരുടെയും സുനിലിൻ്റെയും സാഷൻ്റെയും സാനുവിൻ്റെ ഒക്കെ ഓർഡർ ചെയ്യാം. ആ ജ്യൂസൊക്കെ വരും. വെരി ക്യൂട്ട് കഫേ കേട്ടോ. അതൊക്കെ നല്ലോണം ഫ്ലോറൽ ഡെക്കോറൊക്കെ ആയിട്ടുള്ള ക്യൂട്ട് കഫേ. അപ്പം വരും. ഇതിന് ഉറക്കവും ഇതൊന്നും ശരിയായിട്ടില്ല, വിശപ്പും ഉണ്ട്. ഐസ്ക്രീം വരും കേട്ടോ. പാവം ചൂട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ വി ജസ്റ്റ് ട്രൈങ് ടു കൂൾ. അതിനുശേഷം നമുക്കിന്ന് വേറെയും പരിപാടി ഉണ്ട്. നമുക്ക് എന്തൊക്കെയോ പരിപാടി ഉണ്ട്. എൻ്റെ തലയിലൊന്നും നിൽക്കണ്ടേ. സുനിൽ എന്തൊക്കെയോ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റ് പോകാനാണെന്ന്. അതിവിടെ സിംഗപ്പൂർ ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ. സോ അവിടെ പോകാനുള്ള ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് തോന്നുന്നു സുനിൽ ഓൾറെഡി. അപ്പം ഇനി അവിടെ പോകണം. ആൻഡ് പറ്റിങ്ങ മെറീന ബേ സാൻഡ്സും കൂടെ കവർ ചെയ്യണമെന്നുണ്ട് രാത്രി. സോ ലെറ്റ്സ് സീ ഹൗ മച്ച് വി ക്യാൻ ഡു. ടൈം പെർമിറ്റ്സ് നോക്കിയിട്ട് അല്ലേ പറ്റുള്ളൂ. എസ്പെഷ്യലി വിത്ത് കിഡ്സ് ഇറ്റ്സ് നോട്ട് വെരി ഈസി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ. Yeah, you're the only one who ordered the food. അവിടെ ഐസ്ക്രീമിനതോ ഓളിയും ബഹളായി. ഓൾവേസ് സുനിലിൻ്റെ ആണ് നല്ലത്. നമുക്ക് എപ്പോഴും സുനിലിൻ്റെ വരുമ്പോൾ നമുക്ക് കുറ്റബോധം തോന്നും. നമ്മൾ അത് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. ലുക്സ് നൈസ്. ഇത് കൊറിയൻ ക്രോഫിളോ
ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടേ ഇനിയിപ്പോൾ ആ ക്ലൗഡ് ഫോറസ്റ്റ് പോവാം. ഈ ഓർച്ചിഡ് സെൻട്രൽ കുറച്ച് നല്ല സെൻട്രൽ ലൊക്കേഷൻ തന്നെയാണ് തോന്നുന്നുണ്ടോ. നമ്മുടെ ആ ഡ്രൈവർ രാവിലത്തെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഒരു 7 minutes ഉള്ളൂ ഈ ക്ലൗഡ് ഫോറസ്റ്റിലേക്ക്. സോ ദാറ്റ്സ് വെയർ വി ഗോണ ഗോ നൗ. സിംഗപ്പൂർ ഗ്രാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്, നമ്മുടെ ഊബറൊക്കെ മാതിരി. അപ്പോൾ ഗ്രാബിൻ്റെ ആപ്പ് സൂൺ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ അതിലാണ് നമ്മളിങ്ങനെ ക്യാബൊക്കെ പിടിക്കാനായിട്ടോ. സോ ഇൻസ്റ്റെഡ് ഓഫ് ക്യാച്ചിങ് ടാക്സി നമ്മൾ അതിൽ റൈഡ് ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോണേ. അപ്പോൾ അവിടുന്ന് ഒരു $11 ആവുള്ളൂ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ക്ലൗഡ് ഫോറസ്റ്റ് പോകാൻ. നമ്മൾ പോണത് ഗാർഡൻസ് ബൈ ദ ബേയിലേക്കാണ്. ബട്ട് ഓൺ ദ വേ തന്നെ നമുക്ക് ദ വെരി ഐക്കോണിക് മെറീന അവിടെ നിന്ന് കാണാം. സോ കണ്ടപ്പോൾ തന്നെ യുനോ സോ പ്രിറ്റി. ഇത് ഗാർഡൻസ് ബൈ ദ ബേയും ഒക്കെ ഉള്ളൊരു സാധനം. ഇതൊരു ഗോൾഡൻ ഗാർഡൻ എന്നാട്ടോ അതിൻ്റെ പേര് അവരിട്ടേക്കണത്. അവിടെ എഴുതി വെച്ചേക്കണുണ്ട്. ഇത് രാത്രിയാണ്, ഒരു 7 മണിക്ക് ആകുമ്പോൾ ലൈറ്റ് ഇട്ടാലാണ് നല്ല ഭംഗി. നമ്മളിപ്പോൾ ഇതിനകത്ത് തന്നെയുള്ള ക്ലൗഡ് ഫോറസ്റ്റിലേക്കാണ് പോകാൻ പോണേ. ഏത് കുട്ടിയെ കണ്ടാലും ഇപ്പൊ വർത്താനും കളിയാണ്. അതിനെ ഞെക്കി കൊല്ലല്ലോ സാനു. ശശു ഉപദ്രവിക്കരുതിട്ടോ ശശു അതിനെ, പാവം. Say hello. ഇവളതിനെ മര്യാദ പഠിപ്പിക്കാൻ എന്നോട് പറയാണ് ബേബ് സേ ബൈ. അത് ഞെട്ടി ഓടി പോയി. എടാ ഓസ്ട്രേലിയ വെച്ച് സിംഗപ്പൂർ ആയടാ. കം സാക്ഷിമ, നമുക്ക് പോണ്ട സ്ഥലം വേറെയാണ്. ഈ കുട്ടീനെ വിട്ട് വരുന്നില്ലേ. ഈ ഗാർഡൻസിന്റെ ഈ ഒരു എൻട്രൻസിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെന്നിട്ടാണ് കേട്ടോ ക്ലൗഡ് ഫോറസ്റ്റ് അവിടെയാണെന്നാണ് എഴുതി കാണുന്നുണ്ട്. ക്ലൗഡ് ഫോറസ്റ്റ്, ഫ്ലവർ ഡോം, ചിൽഡ്രൻസ് ഗാർഡൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അവിടെ. ഓ കെയർഫുൾ സാഷ്മ. അത് കളിക്കണം. ഓക്കെ എടാ അവിടെ എത്തിടാ സാഷ്മ, വാടാ. സുണ്ട് സിഡ്നിയിൽ തന്നെ ടിക്കറ്റ്സ് ഒക്കെ ഇതിൻ്റെ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ടിക്കറ്റ്സിൻ്റെ ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നില്ല. ഇല്ലേ നോക്ക്, ചുവന്ന് ഉടുപ്പിടിപ്പിച്ചിരിക്കാൻ രണ്ടിനും മിസ്സാവാതിരിക്കാൻ കാഴ്ചകൾ കാണിച്ചു തരാം. എൻട്രൻസ് ടു ക്ലൗഡ് ഫോറസ്റ്റ്. അയ്യോ പിടി. ഈ സൂപ്പർ ട്രീ ഗ്രോവ് എന്നുണ്ട് ഇത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അടയ്ക്കാറായി, ഇതിന് നല്ല വെയിറ്റിംഗ് ക്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് പിന്നെ ക്ലൗഡ് ഫോറസ്റ്റ് വന്നാൽ മതി എന്ന് അവർ പറഞ്ഞു. സോ അതുകൊണ്ട് നമ്മളിത് അവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. വെരി നൈസ് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് കേട്ടോ. അപ്പോൾ നോക്കുക ഇവിടെ ഇങ്ങനെ ബാംബൂൻ്റെ ഒക്കെ ഉള്ള ഓരോ സ്ഥലങ്ങൾ. ആ ചെറുതിനൊരു വിധത്തിൽ ആ ട്രാമിൽ ഇരുത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഈ സൂപ്പർ ട്രീ. ആ മുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോണേ. ഇവിടുന്ന് നല്ല ക്യൂ ഉണ്ട്. നെഞ്ച് വേനിക്കണം ആലോചിച്ചിട്ട് ചെറുതിനെ വെച്ച് എങ്ങനെ നമ്മൾ നിൽക്കുന്നു ഇവിടെ. ഓ എൻ്റെ അമ്മേ, ഇതിൻ്റെ മുകളിൽ കൂടെ ആയിട്ടോ നമ്മൾ കയറേണ്ട. കണ്ട സൂപ്പർ ട്രീ ഒബ്സർവേറ്ററി എന്നവിടെ കാണാണ്ട്. 1 മണിക്കൂറായി നമ്മളിപ്പോഴും നിൽക്കുകയാണ്. ഭയങ്കര ചൂടും, ചെറുത് നല്ല വാശി. എന്താ ചെയ്യാൻ അറിയാത്തൊക്കെ നിൽക്കാറ്. ഇതിൽ കയറും ചെയ്തു. ഇത് കയറാനാണ്. രാത്രി ഇപ്പോൾ ഭംഗിയുണ്ട് കേട്ടോ. ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കത്തിയിട്ടേ ഒരു പിങ്കിഷ് ഹ്യൂ. അവിടെ നമുക്ക് മെറീന ബേ സൺസും കാണാം. ഇവിടെയാണ് ഈ ട്രീസ്, വണ്ടർ ട്രീസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ സംഭവത്തിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഇതിൻ്റെ മേളിലേക്കാണ് നമുക്ക് കയറി പോകാനുള്ളത്. അപ്പോൾ ഫൈനലി ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയെന്ന് വെച്ചപ്പോൾ ഇതിനകത്താണ് ക്യൂ. വളരെ നല്ല വ്യൂ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിയിൽ ആ ലൈറ്റ് ഷോ നടക്കുക, അത് നമ്മൾ മിസ്സായി.
ശബരിമല കയറ്റം പോലെയായിരുന്നു കയറിയത് തോന്നിയതെന്നുണ്ടെങ്കിലും ഇവിടെ എത്തിപ്പെട്ട് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഐ വാസ് ലൈക്ക് സിറ്റിംഗ് ആൻഡ് ലുക്കിംഗ് അപ്പ് ടു ദ സ്കൈ ആൻഡ് സെയിങ് താങ്ക് യു ഗോഡ്. ഇങ്ങനത്തെ ഒരു സൈറ്റ് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എസ്പെഷ്യലി ആ മെറീന കാണാൻ എന്തൊരു ഭംഗിയറിയോ. എൻറ്റയർ സിംഗപ്പൂർ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റി നിന്നിട്ട് കാണാം കേട്ടോ. അത് ഫുൾ ഇങ്ങനെ നടക്കാം. സാഷു നല്ല വാശിയിലായിരുന്നു, അതുകൊണ്ട് കുറേ നേരം നിന്നില്ല. വി കെയിം ഡൗൺ ആൻഡ് ലക്ലി ആ ലൈറ്റ് ഷോ നമുക്കപ്പോൾ കാണാൻ പറ്റി. ഇറ്റ് വാസ് സോ പീസ്ഫുൾ. കാരണം ഒരു പ്രത്യേക തരം ലൈക്ക് ചൈനീസ് മ്യൂസിക്കും ഉണ്ടായിരുന്നു. എയറിലാണ് കേട്ടോ അവരിങ്ങനെ ഒരു തരം ഫോഗും ഒരു തരം ലൈറ്റ് ഷോ ആയിട്ട്. സോ നമുക്ക് നിലത്ത് ഇങ്ങനെ ഇരുന്നിട്ടോ കിടന്നിട്ടോ ആണ് ഇതിങ്ങനെ കാണേണ്ട മേപ്പട്ടേക്ക് നോക്കി. ഐ തോട്ട് ഇറ്റ് വാസ് എ വെരി യുണീക്ക് എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് രാത്രി ആയതുകൊണ്ട് ചൂടും കുറഞ്ഞു. സോ വി വർ ഏബിൾ ടു എൻജോയ് എ ലോട്ട് മോർ. ബട്ട് ഇനി നമുക്ക് ക്ലൗഡ് ഫോറസ്റ്റ് കാണാനുണ്ട്. സോ അത് അടയ്ക്കുന്നതിന് മുന്നേ ഇനി അങ്ങോട്ട് ഓടണം. ഇതാണ് കേട്ടോ ക്ലൗഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെരി ബ്യൂട്ടിഫുൾ യുണീക്ക് മാൻ മെയ്ഡ് സ്കൾപ്ചർ. സാനുവിനായിരുന്നു ഇത് ഏറ്റവും ഇഷ്ടം. അവളുടെ ഒരു ഒപ്പീനിയൻ ഞാൻ കേൾപ്പിച്ചു തരാം. Cloud Forest was my favorite place, and it's a must-go place if you ever visit Singapore. It was like an Avatar world, and I love Avatar. കംബോഡിയയിലെ അൻകോർ വാട്ട് അതിൻ്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കി വെച്ചിരിക്കണം അവിടെ. സോ നൈസ്. കോർക്കിഡ്സ് ആണ് കേട്ടോ. കുട്ടികളെ പിടിച്ചിട്ട് വരെ ചെറുപ്പമല്ല കേട്ടോ. കുറേ കയറാനൊക്കെ ഉണ്ട്. പക്ഷേ സാനൂനി അവതാറിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ലോസ്റ്റ് വേൾഡിൽ. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ വരാൻ ബുക്ക് ചെയ്തിരുന്നത്. സോ അവൾ വലിയ സന്തോഷമില്ല. ഭാഗ്യം സാക്ഷി ഉറങ്ങി. സൂണിൽ എങ്ങനെയാണ് അവനും പിടിച്ച് നടക്കണമെങ്കിൽ അറിയില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്നില്ല കുട്ടിയെ. ഇത് ക്ലൗഡ് വാക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ഡോമ് പോലത്തെ ഒരു സ്ഥലത്ത് ഇത് മുഴുവനും നടന്ന് കാണാമെന്ന് തോന്നണം. ലെക്സി നമ്മളതിൻ്റെ ഏറ്റവും മുകളിലെത്തി കഴിച്ചോ. എനിക്ക് നടക്കുമ്പോൾ എന്താ മാതിരി ഇവിടെ ഇങ്ങനെ കാലൊക്കെ വയ്ക്കുമ്പോൾ ഒരു ജാതി പേടി. മൈ ഗോഡ്. സാധനം ധൈര്യമായിട്ട് നടക്കണ്ട കേട്ടോ. അവർക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഹൈറ്റൊക്കെ കുറച്ച് പേടിയുള്ള ആളാണ്. ഇതൊന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കണ്ട. അപ്പം അവിടെ നിന്നെല്ലാം കാണാം. നമുക്ക് അടി വരെ കാണാം ഈ ക്ലൗഡ് ഫോറസ്റ്റിൻ്റെ. ഞാൻ കുറേ യൂട്യൂബേഴ്സ് ഇത് പകലിൽ കവർ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ഞാൻ രാത്രി ഇതുവരെ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് രാത്രിയിൽ ഇത് കണ്ടത്. ഇറ്റ്സ് ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ രാത്രി കേട്ടോ. പ്ലസ് ലൈറ്റ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു കണക്കിന് അവിടെ കുറച്ച് വൈകിപ്പോയത് നന്നായി. ബിക്കോസ് ഇവിടെ തിരക്കുണ്ടായില്ല. വേഗം കയറി ഞാൻ ഈ രാത്രിയിൽ ഇത് കാണാൻ പറ്റി. യെസ്. അപ്പോൾ ക്ലൗഡ് ഫോറസ്റ്റും കൂടെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ആരോഗ്യം ഒട്ടുമില്ലാണ്ടേ ലൈക്ക് കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേഷൻ ആൻഡ് എനർജി പോയൊരു സിറ്റുവേഷനിലായി. ട്രാവലിൻ്റെ അതുമാതിരി ഒന്നാമത് മനസ്സ് വിഷമിച്ചിട്ടുള്ളതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു. ബട്ട് വി മാനേജ് ടു ഡു എ ലോട്ട് ഫൈനലി ആ ഫസ്റ്റ് ഡേ. അപ്പോൾ ഐ റിയലി ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് വാച്ചിങ് ഡേ 1. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. ബിക്കോസ് അനങ്ങാൻ പറ്റണില്ല കാലും ഒക്കെ. അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. ഇൻഫാക്ട് കുറേ തണുപ്പാണ് കഴിച്ചേട്ടോ. ഐസ്ക്രീം ജ്യൂസും അങ്ങനെയൊക്കെ കുറേ കുടിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ക്യാബും പിടിച്ചിട്ട് നേരെ ഹോട്ടലിൽ പോയി ആൻഡ് ഫ്ലാറ്റായി കിടന്നുറങ്ങി കേട്ടോ. ബിക്കോസ് നമുക്ക് ജെറ്റ് ലാഗും ഒക്കെ ഉണ്ടായിരുന്നു. So yeah, I really hope you guys enjoyed watching നമ്മുടെ day 1 in Singapore. Kids are all excited. സാഷുന് എന്താ നടക്കണേ അറിയില്ല. ബട്ട് എന്തൊക്കെയൊക്കെയോ നടക്കണ്ടാവുണ്ട്. പിന്നെ അത് ചുഞ്ഞിപ്പണ്ണ് നടക്കുന്നുണ്ട്. പാവം കുറേ കരഞ്ഞ് വിഷമിച്ചു കേട്ടോ. ചൂടും വിശപ്പ് ഉറക്കം ഒക്കെ ആയിട്ട്. ബട്ട് ഞാൻ പറഞ്ഞ മാതിരി സാനുവിന് വേണ്ടിയിട്ടാണ് ഈ ട്രിപ്പ്. സാനു ഹാസ് ഡെൽറ്റ് വിത്ത് എ ലോട്ട് നമ്മുടെ ഫാമിലിയിലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് അവളുടെ ഒരു ഏജിൽ അവൾ ഇതൊന്നും കണ്ട് സഹിക്കേണ്ട പ്രായമല്ല അവളുടെ. അത് മനസ്സിലാക്കിയിട്ടുള്ള ചെയ്യാനുള്ള പ്രായവും ആയിട്ടില്ല അവൾക്ക്. ബട്ട് സ്റ്റിൽ ഷീസ് ബിൻ സോ സപ്പോർട്ടീവ്. ഒരു എന്താ പറയുക അനാവശ്യ ഡിമാൻഡ്സോ ഒന്നും ചെയ്യാണ്ട് ഷീ വാസ് ലൈക്ക് ഐ ഗെറ്റ് ഇറ്റ് അമ്മ ബട്ട് സ്റ്റേ സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് സച്ച് എ സ്വീറ്റ് ഗേൾ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ ട്രിപ്പ് മെയിൻലി. സോ ഷീ ഈസ് ഹാപ്പി, ഷീ ഈസ് എൻജോയ്ഡ്. അവളുടെ ഫ്രണ്ടും ഉണ്ട് അവിടെ. അപ്പോൾ രാത്രി ഹോട്ടലിൽ പോയതിന് ശേഷം രണ്ടെണ്ണം കത്തി വർത്താനം ഫുൾ ആദ്യമായിട്ട് കാണാൻ മാതിരത്തെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വി ഓൾ ഹാഡ് ഫൺ ഇൻ ദാറ്റ് വേ. ആൻഡ് കുറച്ചെങ്കിലും മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആയിട്ടൊക്കെ വെക്കാനൊക്കെ പറ്റി. ഹോപ്പ് യു ഗൈസ് ഓൾ എൻജോയ്ഡ് വാച്ചിങ്. വീഡിയോ കണ്ട എല്ലാവരും മറക്കാതെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. കീപ് സപ്പോർട്ടിങ്. എന്നോട് വിശേഷങ്ങളൊക്കെ ഇനി എഴുതി അറിയിക്കൂ. ഡേ 2 ആൻഡ് ഡേ 3ലും എന്നൊക്കെ നമ്മൾ കുറേ പരിപാടികൾ ചെയ്തത് ഇനി വരുന്നുണ്ട്. സോ പ്ലീസ് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ അമർത്തു. അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റും കേട്ടോ. ഞാൻ പറ്റുന്ന എല്ലാവർക്കും ഇത് ഷെയറും ചെയ്യും. ഓൾ റൈറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് until we see you in the next video, this is bye from Shruti and bye from ഒരു സിഡ്നി മലയാളി. Thanks guys.